ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നെയ്സി ജോയ് കളത്തിക്കൽ, അലൻ ലെനിൻ കണ്ണമ്പള്ളി എന്നിവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്നേഹം നമ്മൾ 12 ദിവസമായിട്ട് 12 യൂണിറ്റുകളെയും നമ്മുടെ ഇടയിൽ ഓരോ കുടുംബത്തെയും കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ജപമാല റാലിയുടെ ദിവസമാണ്. നമ്മൾ ഡയറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതിയിടുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് ജപമാല റാലിയൊക്കെ.
പക്ഷെ ദൗർഭാഗ്യാവസ്ഥ നമുക്ക് മാത്രമല്ല, ഒരാൾക്ക് പോലും ജപമാല കാര്യം മറ്റു കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ജോസിനോട് ചോദിച്ചത്, കഴിഞ്ഞ പ്രാവശ്യവും എന്തോ തടസ്സം ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യവും മഴയായിട്ട് നമ്മൾ ജപമാല കാര്യം നടക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ പലതും നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ വരുന്നു. ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം നമ്മളെ വല്ലാതെ, നമ്മൾ മാത്രം ലോകം മുഴുവനും വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടൊരവസ്ഥയാണ്. ഡെയിലി 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി നവംബർ 2 വരുന്നു. തൃശ്ശൂർ ജില്ലയിൽ 144 ഇപ്പോഴും മാറ്റിയിട്ടില്ല. 20 പേർക്ക് മാത്രമാണ് ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പോൾ നവംബർ 2 എത്രയോ പൂജ്യമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നുപോയവരായിട്ട് നമ്മൾ ഓർത്തുകൊണ്ട് ഏറ്റവും ആഘോഷമായിട്ട് നമ്മൾ ദിവ്യബലി സംബന്ധിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ഒന്നും നമുക്കറിയില്ല, എങ്ങനെയാണ് എന്തായിത്തീരുമെന്നുള്ള ആശങ്ക നമ്മൾ വല്ലാതെ പിടികൂടുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹം പറഞ്ഞവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം മാതാവിനെ ശക്തമായിട്ട് അപേക്ഷിക്കാം. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ, ലോകത്തിൻ്റെ ഗതിയെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിൽ പല വിഘാതങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഈ അവസരത്തിൽ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തമായിട്ട് അപേക്ഷിക്കാം. ലോകത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തന്നെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ ഒരുപാട് ആശങ്കകൾ നമ്മൾ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു പക്ഷേ നിരീശ്വരവാദികൾ പോലും ദൈവത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ശാന്തമായിട്ട്, ഏറ്റവും ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഒക്കെ മുക്തി നേടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ശക്തമായിട്ട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ
പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ദൈവമിന്റെ രക്ഷകൻ, ദൈവമിന്റെ നായകൻ, ദൈവമിന്റെ ആശ്രയം, ദൈവമിന്റെ സർവ്വം. സൈന്യമെന്നെ വളർന്നാലും വൈരികൾ പിന്തുടർന്നാലും ഏതിലേക്കും ദൈവമായും പാലകൻ. നിയതമങ്ങേ വസതി കഴിയുവാനും മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനും താപം. കണ്ണിരങ്ങേ കരയുകയും കണ്ടു കണ്ടു മയങ്ങണം. കാലിലങ്ങേ കനിവയും കാലത്തേക്കുരയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പരിപാവന സർവേശ പരിപാവന ബലവാനേ പരിപാവന ആത്മജ്ഞനേ നിൻകൃപകൾ കീഴടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന വിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സഹോദരനെ വിശുദ്ധ ലേഖനം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദുരാശ്രമിച്ചാലും മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഒരിക്കൽ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ ഇതുവരെ അവിടുന്ന് നഗരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരുന്നു. സൊദോമിനെ ഗൊമോറയെ പോലെ ആദ്യസദൃശമായി വ്യഭിചാരത്തിലും ജടികാസക്തിയിലും മുഴുകിയ ചുറ്റുമുള്ള നഗരങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. നിങ്ങളോടുകൂടെ വിശുദ്ധയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെ പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച പ്രാപിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുമ്പോഴും യഹൂദർ വിശ്വസിച്ചില്ല. അവൻ അവരോട് ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? അപ്പോൾ അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുക. അവന് പ്രായപൂർത്തിയായല്ലോ. അവനെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇവ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം ഈശോ മിശിഹാ എന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായപൂർത്തിയായല്ലോ, അവനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അപേക്ഷിക്കാം. പ്രമാണങ്ങളെ പ്രവചന്മാരെ സമാധാനിക്കും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുന്ന വിഷയായി ഞങ്ങളുടെ മേലാധികാരികളെ ഞങ്ങൾ ദർശിക്കാനും അവിടെ ഞങ്ങൾ അനുസരിക്കാനും ഞങ്ങളെ ശത്രാക്രമണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതകാലം ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താമരമലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവരുടെ വാക്കുകളുടെ വിധികൊണ്ട പരസ്പര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ കർത്താവേ, വിധി ദിവസത്തിൽ മതപൂർണ്ണനായ പ്രതിഷ്ഠിക്കുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമങ്ങളുടെ ജയശ്രേണിയിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ യോജനത്തിൽ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദാനം പ്രദേശമായ വിഷയായി അടയാളത്തോടുകൂടെ പല മേഖലയിൽ ആഹ്ലാദനാകുമ്പോൾ അങ്ങയുടെ വലതു ഭാഗത്ത് നിരക്കുവാൻ ഞങ്ങളെ അറയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിലേക്ക് താൻ തിരഞ്ഞെടുത്ത് അങ്ങയുടെ സഗുണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ.
ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ചർച്ചിലേക്ക് നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും എല്ലാവരോടുകൂടെ കടത്താത്ത പ്രിയമാർത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷപ്പെടുന്നവയെ ശുശ്രൂഷിക്കുകയും ഭയഭക്തജന്മായ രക്ഷയുടെ ഉദാശപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണോട് താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും കൃപാദം സദാവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലുയരട്ടെ ഹൃദയവികാരവികാരങ്ങൾ. ഉയരങ്ങളിലുയരട്ടെ ഹൃദയവികാരവികാരങ്ങൾ. അഖില ചരാചര കർത്താവാ, ദൈവത്തിനു ബലിയർപ്പിക്കൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയിൽ, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ എതിരുടെ സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവിന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുടെ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ലോകത്തിന്റെ
വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിൽ വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും അന്നകളുടെ രക്തസാക്ഷികളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും
അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാൽ ദൈവമാതാവായ നിയാമറിയത്തിന്റെയും ഇടതിരുസന്നിധിയെ സുപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വമിശിഹായി അയച്ചുവെന്നും ഭൂവാസികളിൽ ആവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശപരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധോദ്യവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോടൊന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം നിന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് കൃതജ്ഞതയും ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായകമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമർപ്പിക്കാം. അനുതാപത്തിലുള്ള ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ രക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിന് ദൈവത്തോട് കൃപയും പാപത്തിന് യാചിക്കുകയും ചെയ്യാം. ഭിന്നതയുടെ കലകളോടെ ഞങ്ങളുടെ മനസ്സാക്ഷിയെ സ്ഥിരീകരിക്കാം. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ പെരുമാറ്റങ്ങളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രവർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താലും നാം എല്ലാവരെയും സമ്പൂർണ്ണമാക്കി. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ ഞങ്ങളുടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദൈവത്തിനായി സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മകനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ ധീരവരു തമ്മിൽ
സ്പർശിച്ചു സ്വർലോകത്തിൻ മഹിമജ്ഞ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗധമാകുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയപോലെ ഈ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാമരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയും നരകസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരെയും ദൈവം വരനിറച്ചൊരിയട്ടെ. കുരിശടയായ വഴിയായ സംരക്ഷിതരാ തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.
സന്തോഷ രഹസ്യങ്ങൾ. മൂന്നാം രഹസ്യം, ദൈവപുത്രനായ ഈശോ മിശിഹായെ ഗർഭധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തെ അറിയിച്ചു എന്നതിൽ നാം ബുദ്ധിയിരിക്കാം. ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഇടവകയെയും ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും അവരുടെയൊക്കെ നിരവധിയായ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ
ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി
രോഗപീഡകളിലെന്നും ആശ്വാസതാരകമേ. ക്രിസ്തുവിൽ വിശ്വാസികൾക്ക് വാസ്തവ സങ്കേതമേ. ദൈവദൂതന്മാർ വണങ്ങും ദേവലോകരാജ്ഞിയേ. പൂർവ്വതാതന്മാർ വണങ്ങും കന്യകൾ തൻ രാജ്ഞിയേ. ദീർഘദർശികൾ സ്തുതിക്കും വാനവർ തൻ രാജ്ഞിയേ. രക്തസാക്ഷികൾക്കു പുണ്യ മാതൃകയാം രാജ്ഞിയേ. വിശുദ്ധരുടെ ഗണത്തിൽ ആശ്രയമാം രാജ്ഞിയേ. ജന്മപാപമേശിനാഥ നിർമ്മലയാം രാജ്ഞിയേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ. സ്വർഗരോപിതയായി വാഴും മഹത്വത്തിൻ രാജ്ഞിയേ. ജപമാലാർജിതയാകും സ്തുതികൾ തൻ രാജ്ഞിയേ. കർമ്മലസാധയിൽ വാഴും വന്ദനീയ രാജ്ഞിയേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. പാപങ്ങളെല്ലാം നിദയാൽ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ നീ ചെവിക്കൊള്ളണമേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഞങ്ങളിൽ നീ ചൊരിയൂ എന്നും നിൻ അനുഗ്രഹങ്ങൾ.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ മാനവരെ മോദമോടെ നാഗമേ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാലകന്മാർ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ മർത്യനു നീ മോചനമേകി ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുഷ്യരുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറങ്ങമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാഴരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാ മിശിഹാദൻ ദിവ്യദിനം